ഗുഡ് മോർണിംഗ്. നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അതിനെ നമ്മൾ അനലിറ്റിക് അറ്റ് എ പോയിൻറ്റ് സെഡ് നോട്ട്, ഒരു പോയിൻറ്റിൽ അത് അനലിറ്റിക് ആണെന്ന് എപ്പോഴാണ് പറയുക വെച്ചാൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എഫ് ഡാഷ് ഓഫ് സെഡ് ആയിരിക്കും വരിക. നമ്മൾ അനലിറ്റിക് അറ്റ് എ പോയിൻറ്റ് സെഡ് നോട്ട് ആണെന്ന് പറയണത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എ പോയിൻറ്റ് സെഡ് നോട്ട് എന്ത് വരും? എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞത് എക്സിസ്റ്റ് ചെയ്യണം. ആ ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണം. നോട്ട് ഓൺലി അറ്റ് സെഡ് നോട്ട്, ആ സെഡ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യേണ്ടത്, ബട്ട് അറ്റ് എവരി പോയിന്റ് സെഡ് ഇൻ സം നെയ്ബർഹുഡ് ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ടിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിലുള്ള പോയിൻറ്റ്സിലൊക്കെ എന്തുണ്ടായിരിക്കണം? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയായാൽ നമ്മൾ എന്ത് പറയും? ആ ഫംഗ്ഷൻ അനലിറ്റിക് അറ്റ് എ പോയിൻറ്റ് സെഡ് നോട്ട് ആണെന്ന് പറയും. ഇനി അടുത്തത് അനലിറ്റിക് അറ്റ് എ ഡൊമൈൻ ഡി. ഒരു ഡൊമൈൻ ഡിയിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മളുടെ ഡൊമൈൻ എന്ന് വിചാരിക്കാം. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മളുടെ ഡൊമൈൻ എങ്കിൽ ഈ ഡൊമൈനിൽ മൊത്തമായിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെങ്കിൽ ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റിലും ഫംഗ്ഷൻ എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. അനലിറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സെഡ് ഇതിൽ ഓരോ പോയിൻറ്റിലും എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് അനലിറ്റിക് അറ്റ് എ ഡൊമൈൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് അറ്റ് ഈച്ച് പോയിൻറ്റ് ഇൻ ദി എൻറ്റയർ ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിൻ. നമുക്കിനി ഒരു ഫംഗ്ഷൻ തന്നു. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അതൊരു എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക? 2x. ഈ ഫംഗ്ഷനും എന്താണ്? 2x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു എൻറ്റയർ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഏത് കോംപ്ലക്സ് പ്ലെയിൻ എടുത്താലും നമ്മളുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. അപ്പോൾ എൻറ്റയർ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ അത് അനലിറ്റിക് ആവണം. ഒരു എൻറ്റയർ ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിനിൽ ഏത് പോയിന്റ് എടുത്താലും ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. അങ്ങനെയുള്ളതിന് നമ്മൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. ഇനി അടുത്ത എക്സാമ്പിൾ, എവരി പോളിനോമിയൽ ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. ഏതൊരു പോളിനോമിയൽ എടുത്താലും അത് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. കാരണം എല്ലാ പോയിന്റിലും എല്ലാ വാല്യൂ കൊടുത്താലും ആ പോളിനോമിയൽ എന്താണ്? ഡിഫൈൻ ചെയ്യും. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താലും അത് ഡിഫൈൻ ചെയ്യും. അതുകൊണ്ടത് എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു എൻറ്റയർ ഫംഗ്ഷൻ. ഇനി രണ്ട് ഫംഗ്ഷൻസ് അനലിറ്റിക് ആണ് ഇനി ഡൊമൈൻ ഡിയിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മും പ്രൊഡക്റ്റും അനലിറ്റിക് ആയിരിക്കും. ഇനി കോഷ്യൻറ്റിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ പിയും ക്യൂവും അനലിറ്റിക് ആണ്, ഇനി ഡൊമൈൻ ഡിയിൽ അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പി പ്ലസ് ക്യൂവും അനലിറ്റിക് ആയിരിക്കും, പി ഇൻറ്റു ക്യൂവും അനലിറ്റിക് ആയിരിക്കും. ഇനി കോഷ്യൻറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ പി ബൈ ക്യൂ ആണ്. പി ബൈ ക്യൂ അനലിറ്റിക് ആവണമെങ്കിൽ എന്തായിരിക്കും? ഈ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. പി ബൈ ക്യൂ അനലിറ്റിക് ആവണമെങ്കിൽ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ക്യൂ 0-ലല്ലാതെ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ബൈ ക്യൂ എന്ന് പറഞ്ഞത് അനലിറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് പോളിനോമിയൽസ് ദാറ്റ്സ് റാഷണൽ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ത്രൂ ഔട്ട് വിച്ച് ക്യൂ ഓഫ്. ഇനി അടുത്ത ഫംഗ്ഷൻ പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. അത് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് ഈക്വൽ ടു 0-ൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അത് എവിടെയും അനലിറ്റിക് അല്ല എന്ന് പറയാം. അത് 0 അല്ലാതെ വേറെ എവിടെയും അത് അനലിറ്റിക് അല്ല. ഇനി എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ അനലിറ്റിക് നോക്കുക? അതായത് ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ അടിയിലൊരു പ്രോബ്ലം കാണാം. ഗിവ് ദി പോയിൻറ്റ്സ് അറ്റ് വിച്ച് ദി ഗിവൺ ഫംഗ്ഷൻ വിൽ നോട്ട് ബി അനലിറ്റിക്. അനലിറ്റിക് അല്ലാത്ത ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് മൈനസ് 3i. അതൊരു റാഷണൽ ഫംഗ്ഷൻ. ആ റാഷണൽ ഫംഗ്ഷൻ എപ്പോഴാണ് അനലിറ്റിക്? ഏത് പോയിൻറ്റ്സിലായിരിക്കും അനലിറ്റിക് അല്ലാത്തത്? സെഡ് മൈനസ് 3i നോട്ട് ഈക്വൽ ടു സെഡ് മൈനസ് 3i ഈക്വൽ ടു 0 വരുന്ന കേസിലാണ് ആ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ ആവുക.
സെഡ് മൈനസ് 3i ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ സെഡ് ഈക്വൽ ടു 3iയിലാണ് ആ ഫംഗ്ഷൻ എന്താവുന്നത്, അനലറ്റിക് അല്ലാത്ത കേസ്. ബാക്കി എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ അനലറ്റിക് ആണ്. അതേപോലെ അടുത്ത എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 2i ഡിവൈഡഡ് സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5iz. എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് അനലറ്റിക് ഓൺലി അറ്റ് സെഡ് സ്ക്വയർ മൈനസ് 2z പ്ലസ് 5iz ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ എപ്പോഴാണ് അനലറ്റിക് ആവുന്നത്, ഈ ഒരു അതായത് ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെഡിനെ പുറത്തെടുക്കുക. ദെൻ സെഡ് ഇൻറ്റു സെഡ് മൈനസ് 2 പ്ലസ് 5i ഈക്വൽ ടു 0. അങ്ങനെ രണ്ട് കേസ് വരും. ഒന്ന് സെഡ് ഈക്വൽ ടു 0യും ഒന്ന് സെഡ് മൈനസ് 2 പ്ലസ് 5i ഈക്വൽ ടു 0യും. സെഡ് ഈക്വൽ ടു 0യിലും അതേപോലെ സെഡ് ഈക്വൽ ടു 2 മൈനസ് 5iയിലുമാണ് ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത്. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അനലറ്റിക് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒരു കോഷി റൈമാൻ ഇക്വേഷൻ ആണ്. കോഷി റൈമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദി കമ്പോണൻറ്റ് യുവും വിയും വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതി. എഫ് ഓഫ് സെഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് സെഡ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുക, കോഷി റൈമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും, യു എക്സ്. അതേപോലെ ഇതാണ് കോഷി റൈമാൻ ഇക്വേഷൻ. യു എക്സ് ഈക്വൽ ടു വി ഐ ആയിരിക്കും. അതേപോലെ യു വൈ ഈക്വൽ ടു മൈനസ് ബി എക്സ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻസിനാണ് നമ്മൾ കോഷി റൈമാൻ ഇക്വേഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറഞ്ഞത്. ഇതിൽ കോഷി റൈമാൻ ഇക്വേഷനിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ടത് ഈ ഇക്വേഷൻസ് ആണ്. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അനലറ്റിക് ഫംഗ്ഷൻ എന്താണ്, കോഷി റൈമാൻ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിച്ചത്. Okay, thank you.